ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മുസ്ലിം പെൺകുട്ടി സെക്സ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് മുമ്പൊരിക്കൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ അയച്ചു തന്നതാണ് ഒരു ലിങ്ക്. അപ്പം ഞാൻ ആ ലിങ്കിൽ കയറി നോക്കിയപ്പോഴേക്ക് ശരിയാണ്, ആ പെൺകുട്ടി അതിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച് ഇത് പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത ഒരു വസ്തുതയല്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി സെക്സ് എഡ്യൂക്കേഷനാണ് പകർന്നു നൽകിക്കൊണ്ടിരുന്നത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവന്മാരെല്ലാം കൂടി അത് ഏറ്റുപിടിച്ചിട്ട് ആ കൊച്ചിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പൂരത്തെറിയ. പക്ഷെ കൊച്ചു നിർത്തിയില്ല. ആ തെറികളെയും ആക്ഷേപങ്ങളെയും പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ ആ കൊച്ച് പിന്നെയും 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 സെക്സ് എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ടേയിരുന്നു. ഒരു മുസ്ലിം ഭർത്താവ് പറയുവാണ് ഭാര്യയോട്, എനിക്ക് ചത്തു കഴിഞ്ഞാൽ അവിടെ 72 ഹൂറികളെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന നീ 1000 ഹൂറന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എനിക്ക് കാണണം. അങ്ങനെ ഒരു സ്ത്രീയെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒടുവില് അവര് ഡിവോഴ്സിന്റെ വക്കലെത്തി വീട്ടിൽ പോയി. അങ്ങനെ പരാതിയായി, കോംപ്രമൈസായി. പിന്നെ മക്കൾക്ക് വേണ്ടി വീണ്ടും ആ സ്ത്രീ തിരിച്ചു വന്ന് സഹിച്ച് അയാളുടെ കൂടെ ജീവിതം തുടങ്ങുമ്പോൾ അവരനുഭവിക്കുന്ന യാതനകളും വേദനകളും അവര് തന്നെ ഇത് പുറം ലോകം അറിയേണ്ടുന്ന കാര്യമാണ് എന്ന രൂപത്തിൽ തന്നെ അവരത് തുറന്നു പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ പലപ്പോഴും ഭർത്താക്കന്മാര് ഭാര്യമാരെ അവിഹിത ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഭാര്യമാരെ വച്ചു മാറുകയും ഭാര്യമാര് മറ്റു പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന മനോരോഗികളുടെ കൂടി കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും അതുപോലെയുള്ള ചാറ്റുകള്, വീഡിയോകള്, ഇതൊക്കെ തന്നെ ആളുകളെ വലിയ ഒരു രൂപത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ഇവരെന്നിട്ട് പറയുന്നത് എന്താ? യുക്തിവാദികളുടെ ജീവിതം അരാജകത്വം നിറഞ്ഞതാണെന്ന്. യുക്തിവാദികൾ ആരും അങ്ങനെ ഭാര്യമാരെ വച്ചു മാറുന്നവരല്ല. ഇണകൾ കൂടുതൽ ഭർത്താക്കന്മാരുമായിട്ട് അതല്ലെങ്കിൽ ഹൂറികളുമായിട്ട് ആടിപ്പാടുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു സ്ത്രീയുടെ വേദനയോടെ അല്ലാതെ നമുക്ക് ഈ സ്ത്രീയുടെ ഈ ശബ്ദരേഖ കേൾക്കാൻ പറ്റില്ല. എന്റെ ഭർത്താവ് പറയുന്നത് കപ്പിൾസ് നൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പിംഗ് എന്നൊക്കെ പറയുമ്പോ വേറെ ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളും. പിന്നെ അപ്പൊ ഭാര്യമാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ തുടങ്ങി പുള്ളി. വേറെ ആണുങ്ങളെ കുറെ പേരെ വിളിച്ചു വരുത്തി എന്റെ കൂടെ കടത്തി കുറെ പ്രാവശ്യം. കാരണം പുള്ളി ഇപ്പൊ ഒരു മെസ്സേജ് അയക്കുന്നതില് 1ഉം 2ഉം അല്ല, 1000 10,000 ഇതുപോലെ പുള്ളിക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നത് വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞു. എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാര് വേറെ ഒറ്റന്റെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ എന്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാ. അത് പക്ഷെ എന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ എനിക്ക് മാനസികമായിട്ട് വല്ല ബുദ്ധിമുട്ടും വരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടൊന്ന് എല്ലാരോടും ഷെയർ ചെയ്യാന്ന് ഓർത്താ കേട്ടോ. ഇതുപോലെ എന്റെ ലൈഫില് ഒരുപാട് കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോഴും ഞാൻ ഹസ്ബൻഡും മക്കളും എല്ലാം ആയിട്ട് ഒന്നിച്ചാ ജീവിക്കുന്നത്. പക്ഷെ എന്റെ ഹസ്ബൻഡിൽ നിന്ന് എനിക്ക് ഒരുപാട് ദുഃഖങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളെന്ന് പറയാം. എനിക്ക് മക്കളുമായിട്ട് ഒത്ത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോവാ. ചേട്ടാ, ഇതുപോലെ 2018 ആദ്യമായിട്ട് പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ലൈഫ് എൻജോയ്മെന്റ് എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് വേറെ ആണുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുകൂടാതെ കപ്പിൾസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരന് ഞാനും ചെയ്യണമെന്ന് പറയുന്നത്. മറ്റുള്ള വ്യക്തികളുമായിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് അന്നത് കേൾക്കുന്നത് സ്ത്രീ സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് നന്നായിട്ട് അറിയാം. കാര്യം എന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറയുന്നത് വേറെ 2 മെയിൽസും ഒരു ഫീമെയിലും ആയിട്ട് ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടുന്ന അങ്ങനെ ചെയ്യണമെന്നാ പുള്ളി പറയുന്നത്. എന്റെ ഭർത്താവ് പറയുന്നത് നീ വേറെ ഒരാളുടെ കൂടെ കിടക്കുന്നത് എനിക്ക് കാണണമെന്നാ പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ നല്ല 2018 ആയപ്പോ തൊട്ട് തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഒത്തിരി ഇങ്ങനെ ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ട് നടന്ന സമയങ്ങളുണ്ട്. അപ്പൊ ഞാൻ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു. വീട്ടിലൊക്കെ അറിഞ്ഞ്
പ്രശ്നമൊക്കെ ആയായിരുന്നു. ഇതുപോലെ ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ വരാതായപ്പോ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ വീട്ടുകാരെന്നെ വിളിച്ചോണ്ട് പോയി. ഇങ്ങനെ പുള്ളിയെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പുള്ളി പറഞ്ഞാ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ തമാശക്ക് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്തായിരുന്നു. കൗൺസിലിംഗ് പോലെ നടത്തി തിരിച്ചെന്നെ തിരിച്ച് വീട്ടിലോട്ട് വീട്ടുപുള്ളിയുടെ കൂടെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ കുറെ നാൾ സമാധാനത്തോടെ ഒക്കെ പോയി. പിന്നെ വീണ്ടും ഇത് തുടങ്ങി, പറച്ചിൽ തുടങ്ങി. കാരണം പിന്നെ എനിക്ക് അന്ന് എന്റെ വീട്ടുകാര് പറഞ്ഞു, നീ ഇനി പോവരുത്, അവൻ ശരിയല്ല, അവനിനി നിന്നെ ഇതിന് തന്നെ കാണിക്കും എന്നൊക്കെ പറഞ്ഞതാ. അത് അംഗീകരിച്ചില്ല. കാരണം എനിക്ക് അത്രമാത്രം, ഞങ്ങളെ ലവ് മാരേജ് ആയിരുന്നു, അത്രമാത്രം പുള്ളിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ 5 വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചത്. പക്ഷെ ഞാൻ 5 വർഷം സ്നേഹിച്ചെന്ന് പറഞ്ഞാലും എന്നോടല്ല ഇഷ്ടമാന്ന് പറഞ്ഞു, എന്റെ ആങ്ങളയോടെ വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞു, എന്റെ ആങ്ങളമാരോടെ വന്ന് പറഞ്ഞു, അവന്മാരോട് പറഞ്ഞു. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ച. പക്ഷെ പുള്ളി ഇവിടെ ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് നടന്നിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. 2014 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ്. ആ സമയത്തൊക്കെ പുള്ളിക്കെന്ന് പറഞ്ഞാൽ വേറെ ആണുങ്ങളെ നോക്കാൻ പോലും പറ്റിയല്ലായിരുന്നു. അതുപോലെയുള്ള ഒരു കെയറിങ് ആയിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ ഞങ്ങളുടെ മൂത്ത കുഞ്ഞുണ്ടായി. അവന് ഒരു 3.5 വയസ്സൊക്കെ ആയപ്പോഴാ, 3 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാ പുള്ളിക്ക് ഈ സ്വഭാവം തുടങ്ങിയത്. അപ്പൊ പെട്ടെന്ന് പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെ മാറിയപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കഴിഞ്ഞ് പിന്നെ കപ്പിൾസ് മീറ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. കപ്പിൾസ് മീറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പിങ് എന്നൊക്കെ പറയുമ്പോ വേറെ ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളും, പിന്നെ അപ്പൊ ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ എന്നെ ഇത് ചെയ്യണം, പുള്ളിക്കാരൻ ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അന്നും പിന്നെ ഇതുപോലെ ഞാൻ വഴക്കുണ്ടാക്കിയപ്പോ എന്റെ വീട്ടിൽ പറയുന്ന ഒരു ഇത് ഇല്ലായിരുന്നു എനിക്ക്. കാരണം അവരന്ന് പറഞ്ഞതാ പോകരുതെന്ന് പറഞ്ഞതാ. പിന്നെ അങ്ങോട്ട് പിന്നെ ഇതുപോലെ രണ്ടാമത് ഇതുപോലെ എന്തോ ഒരു പ്രശ്നം ഇത് ഞാൻ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു. അന്ന് അവരെന്നെ വിളിച്ചോണ്ട് പോയി. അന്ന് ഇതുപോലെ കൊറേ പേര് പറഞ്ഞു, നീ മക്കളുടെ ജീവിതം നോക്കണം, ഇങ്ങനെ ചെയ്തൊന്നുമില്ലല്ലോ, പറഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ മക്കളുടെ ജീവിതം നോക്കണം, അവസാനം നിന്നെ കുറ്റം പറയും എല്ലാരും എന്നൊക്കെ പറഞ്ഞു. അവസാനം രണ്ടാമതും തിരിച്ചു വന്നു. ഇവര് ചെയ്തിട്ടില്ലല്ലോ, പറയുന്നേ ഉള്ളായിരുന്നു, പോയി. പിന്നെ ആണേല് പിന്നത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ തൊട്ട് ഇതുപോലെ എന്നെ ഒരുപാട് നിർബന്ധിക്കാൻ തുടങ്ങി. അവസാനം എന്നോട് പറഞ്ഞു, നിന്റെ വീട്ടുകാരൻ നിന്നെ സ്വീകരിക്കത്തില്ലടി. അപ്പൊ എനിക്ക് ഉറപ്പായി അവര്. പക്ഷെ ഇന്നും ചെന്ന് എന്റെ വീട്ടുകാരെന്നെ സ്വീകരിക്കും ചേട്ടാ. പക്ഷെ എനിക്ക് എന്നാന്നറിയുന്നു, മാനസികമായിട്ട് ഉള്ളിൽ നിന്ന് തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. എന്റെ മക്കളെ ഓർത്തിട്ടായിരിക്കും പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് 2 കുഞ്ഞുങ്ങളാ, ഒരാൾക്ക് 7 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല മാനസികമായിട്ട് പിരിഞ്ഞു പോകാൻ. പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ തുടങ്ങി പുള്ളി. വേറെ ആണുങ്ങളെ കുറെ പേരെ വിളിച്ചു വരുത്തി എന്റെ കൂടെ കടത്തി. കുറെ പ്രാവശ്യം, 1 2 ഒരുപാട് പ്രാവശ്യം ചെയ്യിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അവിടെ തന്നെ ബഹളം ഉണ്ടാക്കോ കാറോ പിന്നെ ചെയ്ത് ഇത് ഞാൻ നിന്റെ ജീവിതം നരകിച്ച് ജീവിക്കുള്ളൊരു നീ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് എന്നെ കഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമായിരുന്നു. ഇതുപോലെയൊക്കെ പറഞ്ഞു, ഇതുപോലെയൊക്കെ ചെയ്യിക്കാനും തുടങ്ങി. ഇപ്പോഴും അതുകൊണ്ട് അതുപോലെയൊക്കെ ചെയ്യിച്ചോണ്ടിരിക്കും. ചെയ്യിപ്പിക്കുന്ന. കാരണം ഞാൻ ഈയിടെ പറഞ്ഞു, അപ്പം പുള്ളിയോട് പറഞ്ഞു, ഇതുപോലെ നമുക്ക് ഇതൊക്കെ വേണ്ട, നിർത്തിയേക്കാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല, നീ ഒരുത്തന്റെ കൂടെ കിടക്കുന്ന കാണുമ്പോഴേ എനിക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. സ്വന്തം ഭർത്താവ് എന്നോട് അത്രയും ഞാൻ സ്നേഹിച്ച ഒരു വ്യക്തി എന്നോട് പറഞ്ഞു. അത് തന്നെയായിട്ട് ഞാൻ മാനസികമായിട്ട് ഒരുപാട് ആളാണ്. എനിക്ക് 27 വയസ്സ്. ഞാൻ പലവട്ടം ചിന്തിച്ചേട്ടാ, അത് ഞാൻ വേറെ ഇങ്ങരുടെ കൂടെ പോവുക, അതിന് തന്നെ ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ 2 ദിവസം കഴിയുമ്പോ പുള്ളി വന്ന് എന്തോ ഇത് കഴിഞ്ഞ വട്ടം ഞാൻ പോയപ്പോ കഴുത്തെ കയറിട്ടോണ്ട് ഇപ്പൊ ഞാൻ തൂങ്ങിച്ചാവും, എന്നിട്ട് നിന്റെ കുടുംബക്കാരുടെ പേരെഴുതി വെക്കോടി, നിന്റെ പേരെഴുതി വെക്കോടി, എന്നിട്ടേ ചാവുള്ളടി. എന്റെ ഹസ്ബൻഡിന് 32 വയസ്സ്. പുള്ളി നാട്ടില. ഇപ്പോഴും എന്റെ കൂടെ ജീവിക്കുക. അത് എന്ത് പറഞ്ഞാലും മേടിച്ച് തരുകയും എല്ലായിടത്തും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമ്പോ അതേ ഉള്ളു. പുള്ളിക്ക് മക്കളോടൊക്കെ മക്കളെന്ന് വന്നാ പുള്ളിക്ക് ജീവന, പുള്ളി ചാവും മക്കളെന്ന് വന്ന. പക്ഷെ ഞാൻ എന്റെ അകത്ത് ഇതിലൂടെ കിടക്കണം. അപ്പൊ ഞാനെന്ന് പറഞ്ഞ ഇതിൽ കൂടെ എന്തോ സന്തോഷം കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാകത്തില്ല, എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാര് വേറെ ഒരുത്തന്റെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനത് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ മെന്റലായിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ ഇത് സഹിക്കാൻ വയ്യാതെ കേസ് കൊടുത്തു അന്ന്. പക്ഷെ അവരെന്നോട് പറഞ്ഞത്,
മോളെ അത് സാരമില്ല അങ്ങനെയൊക്കെ പറയുന്നതാ, മോള് പോയേ പറ്റുള്ളൂ, മോള് ഒരു ജീവിതമാ, നീ തകർക്കരുത് എന്നും പറഞ്ഞോണ്ട് എന്നെ പറഞ്ഞു വിട്ടതാ അവര്. ഇല്ല ചേട്ടാ, അതുകൊണ്ടാ പുള്ളി രണ്ടാമത്തെ എന്റെ ഒരാൺകുഞ്ഞ്, എനിക്ക് രണ്ടാമ്പിള്ളേരാ, അവരെ അത് ചെറുതായപ്പോഴത്തേക്ക് പുള്ളി നിർത്തി, പ്രഗ്നൻസി നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞു, ഇനി ആയ പിന്നെ നീ വേറെ എല്ലാവരും ചെയ്യുമ്പോ നീ പ്രഗ്നന്റ് ആയ എന്ന് ചെയ്യും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു പുള്ളിയോട്, ഞാൻ പറഞ്ഞു ഇനി നിർത്തതാണെങ്കിൽ പുള്ളി നിങ്ങൾ പൊക്കോ, എന്നെ എന്തിനീ നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു പറഞ്ഞു നീയും പോണം, നീ കിടക്കുന്ന എനിക്ക് കാണണ്ടേ. അതാണ്. അപ്പൊ എന്നെ അങ്ങോട്ട് കൊടുത്തതല്ലേ പുള്ളി, അല്ലെങ്കിൽ പൈസ കൊടുക്കണ്ടേ. അതെ ചേട്ടാ, ഒരുപാട് ഞാനപ്പൊ ഇപ്പൊ ഞാൻ ഈ വിളിച്ചതിന്റെ മെയിൻ കാരണം അതാ. കാരണം പുള്ളി ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നതില് ഒന്നും രണ്ടും അല്ല, ആയിരങ്ങൾ 10,000 ഇതുപോലെ പുള്ളിക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നത്, വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞു. ഒരുപാട് ചേട്ടാ, ഒന്നും രണ്ടൊന്നുമല്ല. നമ്മൾ പക്ഷെ പുറത്ത് മാന്യന്മാരായി കാണുന്ന കുറെ വ്യക്തികള്, ഒരുപാട് വ്യക്തികൾ ഇതുപോലെ വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നടക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അതിഭൂരിഭാഗം പെണ്ണുങ്ങളും അതെ, സ്ത്രീകളും അതെ, സ്ത്രീകളും അവർക്ക് ഒരുപാട് താല്പര്യത്തോടെ ഇതിലോട്ട് വരുന്ന കുറെ സ്ത്രീകളും ഉണ്ട്. ഞാൻ ഇത്രയും കാലം ഇങ്ങനത്തെ ഇതൊക്കെ പുള്ളിയുടെ കൂടെ ജീവിച്ചോണ്ട് ഞാൻ പറയും, ഞാനപ്പോ ഇതൊക്കെ വിളിക്കാനുള്ള മെയിൻ കാരണം അതാ. അതൊന്ന് എനിക്ക് സമൂഹത്തെ അറിയിക്കണം, ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് ജീവിതത്തിൽ, നമ്മൾ മാന്യന്മാരെന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാര്. അത് നമ്മളെപ്പോലെ സാധാരണക്കാരല്ല, വക്കീലന്മാര്, ഡോക്ടേഴ്സ്, ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. എനിക്ക് മക്കൾക്ക് 7 വയസ്സ് 3 വയസ്സ് ചേട്ടാ. ജീവിതത്തിലൊന്നും എന്നെ പോലെ അനുഭവിക്കുന്ന ഒരു പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, പുള്ളി പക്ഷെ എനിക്ക് പുള്ളി പറഞ്ഞിരുന്ന പുള്ളി ഇതുപോലെ എന്നെ ചെയ്യിച്ചിട്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്നോട് പറഞ്ഞു, നിന്റെ ആങ്ങളമാരെ ഞാൻ കാണിക്കും, നിന്റെ അമ്മ ഞാൻ കാണിക്കും, എന്റെ വീട്ടുകാർ, എനിക്ക് 2 ആങ്ങളമാരുണ്ട്, അതുകൂടാതെ എന്റെ കസിൻസ്. അവമ്മ ഈയിടെ കഴിഞ്ഞ ദിവസത്തോടെ എന്റെ അമ്മയുടെ ഇരട്ടയുടെ മോന എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ട്, ഈ പളിയൻ എങ്ങനെയുണ്ട്, കുഴപ്പം വല്ലതും ഉണ്ടോ. അപ്പൊ ഇവന്മാരാണെങ്കിൽ ഇങ്ങനെ കൊല്ലൂന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. പറഞ്ഞ് ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ അങ്ങനെയല്ല വളർത്തിയേ. ചേട്ടാ എനിക്കറിയില്ല, അവന്മാർക്ക് എന്തേലും എന്റെ അമ്മ അച്ചായിക്ക് വന്ന് ചാവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് അത്രേ ഉള്ളു ചേട്ടാ. ഞാൻ എപ്പോഴും അറിയാം, ഞാൻ പുള്ളിയോട് ഞാൻ കഴിഞ്ഞ ദിവസം കരഞ്ഞോണ്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, എന്നെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവായിരിക്കണം, അല്ലാതെ എനിക്ക് എന്റെ കുടുംബജീവിതത്തിൽ വേറെ ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ നിങ്ങൾ സംരക്ഷിക്കാൻ എന്നെ എന്തിനാ കൂട്ടിക്കൊടുക്കുന്നത് ഞാൻ. പുള്ളിക്ക് പല പൈസ ഇല്ലാത്തപ്പോ പറയും, എടി 5,000 രൂപ പറഞ്ഞു, 10,000 രൂപ പറഞ്ഞു, 2 മണിക്കൂറത്തെ കാര്യമുള്ളടി എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് മക്കളോട് പറയും, ഞാണ്ട് അമ്മ മനസ്സ് വെച്ചാൽ നമുക്ക് ഇച്ചിരി നന്നായിട്ട് പൈസ ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാം, അതുകൊണ്ട് നിങ്ങളുടെ അമ്മയോട് പറയാനൊക്കെ മക്കളോട് പറയുന്നു. എന്നോട് ഒത്തിരി പേര് പറഞ്ഞേട്ടാ, എന്നോട് ഞാൻ പറഞ്ഞില്ല, എന്റെ ആങ്ങളമാര് ഇങ്ങനെ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ കാണും. കാരണം ഞാൻ പറഞ്ഞില്ലേ, 1ഉം 2ഉം അല്ല, ആയിരക്കണക്കിന് പേര് എഴുത്തിലോട്ട് ഇറങ്ങിയിരിക്കുന്ന, ആയിരക്കണക്ക് ഒരുപാട്. എന്നിട്ട് കുറെ പേര് ചോദിക്കുന്ന, എന്റെ വൈഫിനെ എങ്ങനെ സമ്മതിപ്പിക്കാൻ പറ്റും ചേട്ടൻ ഒന്ന് പറഞ്ഞു തരാവോ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര്. എനിക്ക് ആത്മഹത്യ എന്നുള്ളത് ഞാൻ ഒരിക്കലും ചെയ്യല. കാരണം എന്റെ മക്കളുടെ ജീവിതം പോകുന്നേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ആരും പുള്ളിയും രക്ഷപ്പെട്ടു എന്തുവാ എന്നോട് കാണിച്ചവരെല്ലാം രക്ഷപ്പെടത്തേ ഉള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്ത അതുകൊണ്ട് ഞാൻ അതൊരിക്കലും ചെയ്യില്ല. എനിക്ക് ആ ഒരു റിക്വസ്റ്റേ ഉള്ളു എല്ലാ അതെ ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ എന്റെ ആങ്ങളമാരറിഞ്ഞ അവന്മാരെങ്ങനെ പ്രതികരിക്കും. കാരണം എന്റെ ആങ്ങളമാരുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ജീവിതം. ഞാൻ കെട്ടി വന്ന പെണ്ണുങ്ങള്, അപ്പൊ അവരുടെ ജീവിതം നശിക്കരുതെന്നുള്ള ഒരു കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിൽ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ചേട്ടന്റെ പ്രോഗ്രാം ഈ കണ്ടത്. അപ്പൊ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് എന്റെ ഉള്ളിലുള്ള സകല വിഷമം മാറുമല്ലോ എന്ന് ഓർത്ത് ചേട്ടനോട് ഇപ്പൊ ഞാൻ തുറന്നു പറഞ്ഞു. ചേട്ടനോട് മാത്രമല്ല, സമൂഹത്തോട്, എല്ലാ പെൺപിള്ളേരോട്, എനിക്ക് എല്ലാ പെൺകുട്ടികളോട് എനിക്ക് പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത് ചെയ്യരുത്. അത് എത്ര വലിയ ഇതാണേലും ചെയ്യരുത്. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബക്കാർക്കും പോകുന്നല്ലാതെ ആർക്കും പോകാനില്ല. ഞാൻ ഇത്ര അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കൾക്കും പോകും, അല്ലാതെ ഈ ചെയ്യുന്നവന്മാർക്കൊന്നും പോകാനില്ല. ശരിയാണ്, അവർക്കാർക്കും ഒരു നഷ്ടവും സംഭവിക്കാനില്ല. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ആ തീരാവേദന കൊടുക്കുന്നത്.
നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാണോ, ഭാര്യയെ പങ്കുവയ്ക്കുന്ന ഭർത്താവ്, അത് കണ്ട് ആസ്വദിക്കുന്ന ഭർത്താവ് അല്ല. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചുള്ള ഒരു മുസ്ലിം പെൺകുട്ടി സെക്സ് പറയുന്നു എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹരാസ്മെന്റ് നേരിട്ട അസ്ല മാർലി, അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായത്. ശരിയാണ്, ഇതുപോലെ 1 2 അല്ല 1000കണക്കിന് ആളുകൾ ഇതേ മൈൻഡ് ഉള്ളവരുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് പിന്നീടാണ്. ഇപ്പോൾ ആ പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്, കേട്ടോ. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും വന്നേക്കാണ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ, വളരെ 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 സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്. ഞാൻ തന്നെ ഈ വീഡിയോ ചെയ്യണ്ടേ എന്നൊക്കെ ഞാൻ 100 വട്ടം ആലോചിച്ചിട്ട് എടുത്തൊരു തീരുമാനം. സാധാരണ നിങ്ങൾക്കറിയാം, 2 പാർട്ട്നേഴ്സ് തമ്മിലാണ് സെക്സ് എന്ന് നമ്മൾ നടക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും പൊതുവെ ഒരു പാർട്ട്നർ 2 പേര് ഒരു കപ്പിള് സെക്സ് ചെയ്യുന്നു. അതല്ലാതെ വീണ്ടും ഒരാള്, അങ്ങനെ 3 പേര് മൊത്തത്തിൽ ഈ ഒരു സെക്സ് എന്നുള്ള പ്രക്രിയയിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ത്രീസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രയാങ്കിൾ പോലെ ഒക്കെ ഒരു ത്രീസം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവര് ഒന്നിലേക്ക് ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ലവറോ ഇവർ കൂടാതെ വേറൊരാളും കൂടി ഇവരെ സെക്സിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ത്രീസം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ എനിക്ക് ക്യൂരിയോസിറ്റി ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ബോയ് ഫ്രണ്ട് നിർബന്ധിക്കാതെ, ബോയ് ഫ്രണ്ട് കുറേ ആയി പറയുന്നു ഇങ്ങനെ ത്രീസം വേണം, ബോയ് ഫ്രണ്ട് വലിയൊരു ആഗ്രഹമാണ്, വലിയൊരു ഫാൻറ്റസിയാണ്. ഇങ്ങനെ ത്രീസം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാൻറ്റസിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല ഇത് ചെയ്യണമെന്ന് വേണ്ടിയൊന്നും എനിക്ക് അറിയില്ല, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. എന്നോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ വെറും ടൈം പാസിനാണോ എന്ന് ചോദിച്ചു. അല്ല, 6-7 ഇയേഴ്സ് വളരെ സ്ട്രോങ് റിലേഷൻ. അപ്പോൾ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ത്രീസം ചെയ്തതിന് കുറച്ചും കൂടി അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആയിരിക്കും കാര്യങ്ങളാണ്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ശരിയാ തെറ്റാ ചോദിച്ചു. താൻ കംഫർട്ടബിൾ ആണോ? അപ്പോൾ എന്നോട് പറഞ്ഞു അല്ല, ആൾ കംഫർട്ടബിൾ അല്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്തിനും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം? താൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം ചിന്തിക്കരുത്. കാരണം ഇതെന്ന് പറയുന്നത് വെറും ഒരു 100% ഒരു 2% ആൾക്കാർക്കൊക്കെ പറ്റുന്നത് ഒന്നായിരിക്കും ഈ ഒരു ത്രീസം എന്ന് പറയുന്നത്. സാധാ വളർന്ന് ജനിച്ച ഒരാൾക്ക് ഈ ത്രീസം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ 2 പാർട്ട്നേഴ്സ്, ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ത്രീസം എന്ന് പറയുന്നത് 2 പേരെ ഒപ്പീനിയൻ, 2 പേർക്കും അതിൽ ഇഷ്ടമാണ്, 2 പേരും ഒരേപോലെ അവർക്ക് അത് വേണം, ആ ഒരു ഫാൻറ്റസി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു കുഴപ്പമില്ലാത്ത കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് കുഴപ്പമില്ലാത്ത കാര്യം എനിക്ക് പേഴ്സണലി എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ കുട്ടിക്കും മെസ്സേജ് അയച്ചത് ഞാൻ കാണിച്ച ടൈമിൽ ഞാൻ ഇത് ഒട്ടും ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ ഇത് ഒട്ടും എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് ഈവൻ എന്റെ ചെക്കനാണെന്ന് ചോദിക്കുന്നത് ഞാൻ ചിലപ്പോൾ അവന്റെ മോളിൽ കടിക്കും. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പൊ ഒരു വീട്ടമ്മയുടെ കണ്ണീരിൽ കുതിർന്ന വേദനയാണ് നമ്മൾ കണ്ടത്. അവരൊരിക്കലും അവരുടെ ജീവൻ അവസാനിപ്പിക്കില്ല, കാരണം അതിലൂടെ അവനാണ് രക്ഷപ്പെടുന്നത്. എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ആളുകളും രക്ഷപ്പെടും, ഇത് പബ്ലിക് അറിയണം എന്നുള്ള രൂപത്തിലാണ് ആ പെൺകുട്ടി വേദനയോടെ, ഒരു വീട്ടമ്മ, 2 മക്കളുടെ അമ്മ, ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ലോകത്തെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രം. നന്ദി.